വിജയത്തിനായുള്ള മുത്തച്ഛൻ്റെ ഉപദേശം. ഒരിക്കൽ ഒരു പേരക്കുട്ടി അവധിക്കാലത്ത് മുത്തച്ഛനെ സന്ദർശിക്കാൻ വന്നു. അവൻ എല്ലാ സമയവും മുത്തച്ഛനോടൊപ്പം കളിക്കുമായിരുന്നു. ഒരു ദിവസം അവൻ മുത്തച്ഛനോട് ചോദിച്ചു, വലുതാവുമ്പോൾ എനിക്ക് വിജയിയായ ഒരു വ്യക്തിയാവണം. എനിക്ക് വിജയിക്കാൻ കുറച്ച് വഴികൾ പറഞ്ഞു തരാമോ? മുത്തച്ഛൻ സമ്മതിച്ച് തലയാട്ടി. കുട്ടിയെയും കൂട്ടി ചെടികളുടെ നഴ്സറിയിലേക്ക് പോയി. അവിടെ നിന്ന് 2 ചെറിയ ചെടികൾ വാങ്ങി തിരിച്ച് വീട്ടിലേക്ക് പോന്നു. എന്നിട്ട് ഒരു ചെടിച്ചട്ടി വീടിനകത്തും മറ്റേ ചെടിച്ചട്ടി വീടിന് പുറത്തുമായി കുഴിച്ചിട്ടു. എന്നിട്ട് മുത്തച്ഛൻ കുട്ടിയോട് ചോദിച്ചു, നീ എന്ത് വിചാരിക്കുന്നു? ഭാവിയിൽ ഇതിൽ ഏത് ചെടിയാണ് നന്നായിട്ട് വളരുക? കുറച്ചുനേരം ആലോചിച്ച ശേഷം കുട്ടി മറുപടി പറഞ്ഞു, വീടിനകത്തെ ചെടിയാണ് നന്നായിട്ട് വളരുക. കാരണം അത് എല്ലാ അപകടങ്ങളിൽ നിന്നും സുരക്ഷിതമാണ്. എന്നാൽ പുറത്തുള്ള ചെടി കഠിനമായ വെയിൽ, കൊടുങ്കാറ്റ്, മൃഗങ്ങൾ തുടങ്ങിയ നിരവധി അപകട സാധ്യതകളിലാണ് വളരേണ്ടത്. മുത്തച്ഛൻ ചിരിച്ചുകൊണ്ട് കുട്ടിയോട് പറഞ്ഞു, ഭാവിയിൽ എന്താകുമെന്ന് നമുക്ക് നോക്കാം. പിന്നീട് അവധിക്കാലമെല്ലാം കഴിഞ്ഞ് കുട്ടി മുത്തച്ഛനോട് യാത്രയും പറഞ്ഞ് അച്ഛനമ്മമാരോടൊപ്പം തിരിച്ചുപോയി. 4 വർഷങ്ങൾക്ക് ശേഷം കുട്ടി മുത്തച്ഛനെ കാണാൻ വീണ്ടും എത്തി. കുട്ടി മുത്തച്ഛനെ കണ്ട സമയം, മുത്തച്ഛ, കഴിഞ്ഞ തവണ ഞാൻ വിജയത്തിനായുള്ള വഴികൾ ചോദിച്ചിരുന്നു. പക്ഷേ എനിക്കൊന്നും പറഞ്ഞു തന്നിരുന്നില്ല. ഈ പ്രാവശ്യം എനിക്ക് ഉറപ്പായിട്ടും പറഞ്ഞു തരണം എന്ന് പറഞ്ഞു. മുത്തച്ഛൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, തീർച്ചയായും. എന്നാൽ അതിനു മുന്നേ നമ്മൾ വർഷങ്ങൾക്ക് മുന്നേ കുഴിച്ചിട്ട ചെടികൾ പോയൊന്നു കാണാം. എന്നിട്ട് മുത്തച്ഛൻ കുട്ടിയെയും കൂട്ടി റൂമിൽ വെച്ചിരുന്ന ചെടിച്ചട്ടി കാണാനായി കൊണ്ടുപോയി. അപ്പോൾ ആ ചെടി ഒരു മരമായി മാറിയത് അവൻ കണ്ടു. അതിനുശേഷം പുറത്തു കുഴിച്ചിട്ട ചെടി കാണാനായി അവനെ കൊണ്ടുപോയി. എന്നാൽ പുറത്തു കുഴിച്ചിട്ട മരം ഒരുപാട് കൊമ്പുകളോടും അതുപോലെ തന്നെ പടർന്നു പന്തലിച്ച് ഒരു വലിയ തണൽമരമായി മാറിയത് അവൻ കണ്ടു. അപ്പോൾ മുത്തച്ഛൻ കുട്ടിയോട് ചോദിച്ചു, ഏത് ചെടിയാണ് കൂടുതൽ വളർന്നത്? എന്താണ് കാരണം? കുട്ടി മറുപടി പറഞ്ഞു, പുറത്ത് നട്ടതാണ് വലിയ മരമായി മാറിയത്. പക്ഷേ മുത്തച്ഛ, ഇതെങ്ങനെ സംഭവിച്ചു? ആ ചെടി ഇത്രയധികം അപകടങ്ങളെ നേരിട്ടിട്ടും എങ്ങനെ ഇത്രയും വലിയൊരു മരമായി? മുത്തച്ഛൻ പറഞ്ഞു, അതെ, പുറത്തുള്ള ചെടിക്ക് ഒരുപാട് കാര്യങ്ങൾ നേരിടേണ്ടതുണ്ടായിരുന്നു. പക്ഷേ പ്രശ്നങ്ങളെ നേരിട്ടപ്പോൾ അതിൻ്റെതായ ഗുണങ്ങളും ഉണ്ടായിരുന്നു. പുറത്തെ ചെടിക്ക് അതിൻ്റെ വേരുകൾക്ക് ഇഷ്ടമുള്ളത്രയും പടർത്താൻ സ്വാതന്ത്ര്യമുണ്ടായിരുന്നു. കൊടുങ്കാറ്റ് പോലുള്ള പ്രശ്നങ്ങൾ അതിൻ്റെ വേരുകളെ കൂടുതൽ ശക്തമാക്കി. ഇന്ന് ആ മരം വളരെ ശക്തവും ഒരു മൃഗത്തിനോ അല്ലെങ്കിൽ കൊടുങ്കാറ്റിനോ അതിനെ ദോഷകരമായി ബാധിക്കാൻ കഴിയില്ല. അപ്പോൾ മോനെ, ഞാൻ നിന്നോട് പറയാൻ പോകുന്ന കാര്യങ്ങൾ നീ ജീവിതത്തിൽ എപ്പോഴും ഓർക്കുകയാണെങ്കിൽ നീ ചെയ്യുന്ന ഏത് കാര്യത്തിലും നീ വിജയിക്കും. നീ എപ്പോഴും നിനക്ക് സുഖകരമായ വഴികൾ മാത്രം തിരഞ്ഞെടുക്കുകയാണെങ്കിൽ നിന്റെ കഴിവിൻ്റെ പരമാവധി വളരാൻ നിനക്ക് കഴിയില്ല. എന്നാൽ എല്ലാ അപകടങ്ങളെയും വകവയ്ക്കാതെ ഈ ലോകത്തെ നേരിടാൻ നീ തയ്യാറാണെങ്കിൽ നിനക്ക് നേടാൻ കഴിയാത്ത ലക്ഷ്യങ്ങൾ ഒന്നുമില്ല. പ്രശ്നങ്ങൾ ഒരിക്കലും തടസ്സങ്ങളായി കരുതരുത്, മറിച്ച് അവയെ വിജയത്തിലേക്കുള്ള പടികളായി കണക്കാക്കുക. കുട്ടി ദീർഘമായി ശ്വാസമെടുത്ത ശേഷം ആ മരത്തെ നോക്കി നിന്നു. അപ്പോൾ അവന് മുത്തച്ഛൻ്റെ വാക്കുകൾ മനസ്സിലായി. ജീവിതത്തിൽ നമ്മൾ ശത്രുക്കളായി കരുതുന്ന പ്രതിബന്ധങ്ങൾ തന്നെയാണ് നമ്മെ കൂടുതൽ ശക്തരും വിജയികളുമാക്കുന്നത്. ഈ ഉപദേശം ആ മുത്തച്ഛന് തൻ്റെ പേരക്കുട്ടിയോട് മാത്രമുള്ള ഉപദേശമല്ല. ഈ കഥ വായിക്കുന്ന നമ്മളും ജീവിതത്തിൽ ഇങ്ങനെയായിരിക്കണം.